കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായേക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയകുമാറിനെ പ്രസിഡന്റാക്കാൻ ആലോചന നടന്നത്. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയാകും തീരുമാനം. കെ ജയകുമാർ IASനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അന്തിമ തീരുമാനം നാളെയാണ് ഉണ്ടാവുക. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആരാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ഭരണസമിതി എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിജിൻ ബായ എന്നോട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേർന്നു. വിജിൻ, ഈ ഒരൊറ്റ പേരിലേക്ക് എത്തുകയായിരുന്നു, അതോ ഇനി അന്തിമ തീരുമാനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാൽ കെ ജയകുമാറിന് അങ്ങനെ ഒരു ആലോചന നടത്തിയതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. ആ വിവരം ജയകുമാറിനെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത വിഷയത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരാളെ തന്നെ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ച് സർക്കാരുമായി അടുത്തൊക്കെ പോകുന്ന നേരത്തെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഒപ്പം തന്നെ മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ IMG ഡയറക്ടറുമൊക്കെ ആയി പ്രവർത്തിക്കുന്ന ആളാണ് കെ ജയകുമാർ. അതുകൊണ്ട് തന്നെ കെ ജയകുമാറിനെ നിയമിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാരും ഒപ്പം തന്നെ CPM എത്തി എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും ആ കാര്യത്തിൽ ജയകുമാറിനെ നിയമിക്കാം എന്നുള്ള കാര്യത്തിൽ ഉള്ള ഒരു അനുവാദം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുമായും അടുത്ത ദിവസം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആശയവിനിമയം നടത്തിയ ശേഷം, മുഖ്യമന്ത്രി 2 ദിവസം കഴിഞ്ഞാണ് തിരികെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആശയവിനിമയം നടത്തിയ ശേഷം നാളെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലിപ്പോൾ കാണുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കെ ജയകുമാറിനെ നിയമിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ജയകുമാറും ഏകദേശം സംസാരിക്കുമ്പോൾ ആ കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ കെ ജയകുമാർ IAS ഈ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ ആണ് പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 14-ാം തീയതിയായിരിക്കും ചുമതലയേൽക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കുക. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ആയിരിക്കും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എന്നാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഒരുപക്ഷെ നാളെ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിലുള്ള ഭരണസമിതിയെ തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എല്ലാ ഘട്ടത്തിലും എല്ലാ തവണയും ഈ നിലവിലുള്ള ഭരണസമിതി മാറ്റി പ്രസിഡന്റിനെ ഉൾപ്പെടെ മാറ്റുന്ന ഒരു കീഴ്വഴക്കമാണ് ഉണ്ടായിരുന്നത്. അതേ നിലയിൽ തന്നെ ഇത്തവണ അധിക ചുമതല കൂടി നൽകാമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി എത്തുകയും കെ ജയകുമാർ IASന്റെ പേരിലേക്ക് എത്തുകയും ചെയ്തു. കെ ജയകുമാർ IAS ആയിരിക്കും അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ.